2026 മെയ് 12 നടന്ന IPL 2026-ലെ 56-ാം മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് ഗംഭീര വിജയം സ്വന്തമാക്കി. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഈ പ്രധാന ലീഗ് മത്സരം. ആദ്യം ബാറ്റ് ചെയ്ത ടൈറ്റൻസ് മികച്ചൊരു സ്കോർ ഉയർത്തി, പിന്നീട് സൺറൈസേഴ്സിന്റെ റൺ പിന്തുടരൽ വരിഞ്ഞുമുറുക്കുകയായിരുന്നു. ഈ വിജയത്തോടെ ഗുജറാത്ത് ടൈറ്റൻസ് IPL 2026 പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്കെത്തി. കാൻസർ ബോധവൽക്കരണത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ലാവെൻഡർ ജേഴ്സി അണിഞ്ഞെത്തിയ ഗുജറാത്ത് ബാറ്റിംഗിലും ബോളിംഗിലും ഒരുപോലെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. IPL 2026 സീസൺ മാർച്ച് 28-ന് ആരംഭിച്ച് മെയ് 31-ന് അവസാനിക്കാനിരിക്കുകയാണ്. 10 ടീമുകൾ കിരീടത്തിനായി 74 മത്സരങ്ങളിലാണ് ഏറ്റുമുട്ടുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ടോസ് നേടി ഫീൽഡിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന് അവരുടെ ഇന്നിംഗ്സിൽ പതിവില്ലാത്തൊരു തുടക്കമായിരുന്നു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 7 ബോളിൽ വെറും 5 റൺസെടുത്ത് വേഗം പുറത്തായി. അപകടകാരിയായ ജോസ് ബട്ട്ലർക്കാവട്ടെ 11 ബോളിൽ 7 റൺസ് മാത്രമേ നേടാനായുള്ളൂ. ഇതോടെ പവർ പ്ലേയിൽ ടൈറ്റൻസ് നന്നായി സമ്മർദ്ദത്തിലായി. എന്നാൽ പിന്നീട് മധ്യനിര ഉണർന്നു കളിച്ചു. സായി സുദർശൻ 44 ബോളിൽ തകർപ്പൻ 61 റൺസെടുത്ത് ഇന്നിംഗ്സിന് ഒരു അടിത്തറയിട്ടു. അയാൾക്ക് മികച്ച പിന്തുണ നൽകിയത് വാഷിംഗ്ടൺ സുന്ദറായിരുന്നു. സുന്ദർ വെറും 32 ബോളിൽ അർദ്ധ സെഞ്ചുറി തികച്ച് അവസാനഘട്ടത്തിൽ ടീമിന് നിർണായകമായ ഒരു മുന്നേറ്റം നൽകി. 33 ബോളിൽ 50 റൺസോടെയാണ് സുന്ദർ കളി അവസാനിപ്പിച്ചത്. നിഷാന്ത് സിന്ധുവും 14 ബോളിൽ അതിവേഗം 22 റൺസെടുത്ത് തങ്ങളുടേതായ സംഭാവന നൽകി. അവസാനം നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 168 റൺസ് എന്നൊരു മികച്ച ടോട്ടൽ ഗുജറാത്ത് ടൈറ്റൻസ് നേടി. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബൌളിംഗ് നോക്കുകയാണെങ്കിൽ പ്രഫുൽ ഹിംഗയും സാക്കിബ് ഹുസൈനും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. പാറ്റ് കമ്മിൻസിന് 1 വിക്കറ്റ് ലഭിച്ചു. ഗുജറാത്ത് ടൈറ്റൻസിന്റെ പേസർമാർ കളം നിറഞ്ഞപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ 169 റൺസ് വിജയലക്ഷ്യം പെട്ടെന്ന് തകർന്നു. ആദ്യ ഓവറിൽ തന്നെ അപകടകാരിയായ ട്രാവിസ് ഹെഡിനെ 4 പന്തിൽ 0-ന് പുറത്താക്കി മുഹമ്മദ് സിറാജ് തുടക്കം ഗംഭീരമാക്കി. കാഗിസോ റബാഡിയുടെ പ്രകടനമായിരുന്നു കളിയിലെ നിർണായകമായ വഴിത്തിരിവ്. ടോപ്പ് ഓർഡറിനെ തകർത്തുകൊണ്ട് 28 റൺസ് മാത്രം വഴങ്ങി 3 പ്രധാന വിക്കറ്റുകളാണ് റബാഡ് നേടിയത്. ജേസൺ ഹോൾഡറും ഈ കടന്നാക്രമണം തുടർന്നു. മധ്യ ഓവറുകളിൽ സമ്മർദ്ദം ഒട്ടും കുറയ്ക്കാതെ 20 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകൾ ഹോൾഡറും സ്വന്തമാക്കി. പ്രസിദ്ധ് കൃഷ്ണ 23 റൺസ് വഴങ്ങി 2 വിക്കറ്റുകളും വീഴ്ത്തി. സൺറൈസേഴ്സ് ഹൈദരാബാദ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് മാത്രമാണ് ഒരേയൊരു ചെറുത്തുനിൽപ്പ് നടത്തിയത്. വെറും 9 പന്തിൽ നിന്ന് 19 റൺസെടുത്ത് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചെങ്കിലും പ്രസിദ്ധ് കൃഷ്ണയുടെ പന്തിൽ കമ്മിൻസും വീണു. ഒടുവിൽ റാഷിദ് ഖാൻ അവസാന വിക്കറ്റെടുത്ത് ഫിനിഷിംഗ് ടച്ച് നൽകി. ഇതോടെ 14.5 ഓവറിൽ വെറും 86 റൺസിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഓൾ ഔട്ടാക്കി ഗുജറാത്ത് ടൈറ്റൻസ് 82 റൺസിന്റെ ഒരു വൻ വിജയം സ്വന്തമാക്കി.